സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പച്ച, ഈ നല്ല ബാലനായ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന പിതാവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കടന്നു നെല്ലൂരി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. വഴി യാത്രയിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു പിതാവേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തെ ആരാധനയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പിതാവേ. ഹല്ലേലൂയ. കർത്താവെ, തകർന്നും നുറുങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥ കർത്താവെ വചനത്തിൽ വായിക്കുമ്പോൾ ഇന്ന് പകൽക്കാല കർത്താവെ കടന്നു വന്ന ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവ് ഒരു അനുഗ്രഹത്തിന്റെ പകലാക്കി മാറ്റുമാറാകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ, ജീവിതത്തിന്റെ വേദനകളെ ഭാരങ്ങളെ ഹല്ലേലൂയ അവിടുത്തെ പാദപീഠത്തിലേക്ക് നിങ്ങൾ ഇറക്കി വെക്കുന്ന പിതാവേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്വർഗം സന്തോഷിക്കുന്ന ഒരു ആരാധന. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ നിങ്ങൾക്ക് ഹല്ലേലൂയ അനുഗ്രഹത്തിന് കാരണമായി തീർക്കാൻ സഹായിക്കണം. ആദിയോടെന്ന പരിശുദ്ധി ആത്മാവ് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ശുശ്രൂഷയെ പരിശുദ്ധാത്മാവ് കൈയേറ്റുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഒരു മനുഷ്യന്റെ ശബ്ദമായിട്ടല്ല കർത്താവേ. ഹല്ലേലൂയ. കർത്താവെ, തുടക്കം മുതൽ ഒടുക്കം വരെയും ഹല്ലേലൂയ പരിശുദ്ധി ആത്മാവ് തന്നെ നയിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഞങ്ങളോ പ്രയോജനദാസന്മാർ. ഹല്ലേലൂയ. സ്വർഗ്ഗമേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുകരങ്ങളിലേക്ക് എത്തിക്കുന്ന പിതാവേ. ഹല്ലേലൂയ. പരിശുദ്ധി ആത്മാവ് തന്നെ നയിക്കണം. പാട്ട്, പ്രാർത്ഥന, ഹല്ലേലൂയ, സങ്കീർത്തന, പ്രബോധനം, ഹല്ലേലൂയ, സാക്ഷികൾ കർത്താവേ, വചന ധ്യാനമല്ല കർത്താവേ. ഇന്ന് പകൽക്കാലങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവേ സ്വർഗ്ഗമേ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുക്കത്തോടെ കടന്നു വന്നവർക്കായി സ്തോത്രം ചെയ്ത പിതാവേ. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗത്തിന്റെ ശബ്ദം കേട്ട് ഹല്ലേലൂയ ഞങ്ങളുടെ സങ്കടങ്ങളൊന്നും മറക്കുവാൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭാരങ്ങളൊന്നും മറക്കുവാൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ വേദനകളൊന്നും മറക്കുവാൻ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആവശ്യ വിഷയങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് സന്തോഷിപ്പാൻ. ഹല്ലേലൂയ. ഓ അങ്ങയുടെ പാദപീഠത്തിൽ നിന്ന് ആനന്ദിപ്പാൻ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം 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 കർത്താവേ. അവയെ ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്നാൽ അവർ ദൈവത്തെ കാണുമെന്ന വചനമായി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ശുദ്ധ ഹൃദയത്തോടെ കർത്താവേ, നിഷ്കളങ്ക ഹൃദയത്തോടെ കർത്താവേ അങ്ങയുടെ പാദപീഠത്തിൽ ആരാധിപ്പാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കാൻ കർത്താവേ ഞങ്ങളെ മുറ്റും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ആദിയോടൊന്നും പരിശുദ്ധയാത്മാവ് തന്നെ നയിക്കണം. മുഴുവൻ മഹത്വവും സ്വർഗ്ഗമെടുത്താണ് കർത്താവേ. കടന്നു എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് പ്രാർത്ഥനകർത്തനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം. സ്തോത്രം. ഹാലെ കർത്താവിന്റെ പാദത്തിൽ നമുക്ക് എല്ലാവർക്കും ആമേൻ ഒരുമിച്ച് ചേർന്ന് എഴുന്നേൽക്കുമ്പോൾ ഹാലെ ജീവനെല്ലാം പാടി നമുക്ക് ആരാധനയ്ക്കായി വേർതിരിക്കാം. സ്തോത്രം. ഇന്ന് രാത്രികാലം കർത്താവിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം ഇന്ന് രാത്രികാലം ഇവിടെയുണ്ട്. നാം അല്പസമയം നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടയുമ്പോൾ തന്നെ നമ്മുടെ വിശ്വാസ കണ്ണ്, അകത്തെ കണ്ണ് സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. ഇന്ന് ഈ സായന്തന സന്ധ്യയിൽ പ്രിയ സഹോദര, ദൈവത്തിന്റെ സാന്നിധ്യം നീ സ്പഷ്ടമായിട്ട് നീ മനസ്സിലാക്കുക. 2016 ആരംഭ ദിനങ്ങൾ കണ്ടവര് ഈ അവസാന ദിനങ്ങൾ അടുത്തപ്പോൾ കാണാതെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ ദൈവം നിന്നെ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള സാക്ഷിയായിട്ട് ഇന്ന് രാത്രികാലം നിർത്തിയെങ്കിൽ ദൈവത്തെ നാം ആരാധിച്ച് നാം മഹത്വപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കർത്താവ് ആരാധനയിൽ വസിക്കുന്നവനാണ്. സ്തുതികളിന്മേൽ അവൻ വസിക്കുന്നവനാണ്. നിന്റെ ഇല്ലായ്മകളെയും വല്ലായ്മകളെയും അറിയുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രികാലം ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുമ്പോൾ എന്റെ ആരാധനയിൽ സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുവാൻ പോകുകയാണ്. പ്രിയ സഹോദര, അല്പസമയം നാം ദൈവത്തെ വളരെ ധ്യാനത്തോടുകൂടെ നാം ആരാധിക്കുവാൻ പോവുകയാണ്. 2016 അവസാന ദിനങ്ങളിലേക്ക് നീ എത്തിപ്പെട്ടിരിക്കുന്നു. നമ്മൾ നമ്മെ തന്നെ ചിന്തിക്കുക. നമ്മുടെ കൂടെ 2016 ആരംഭ ദിനങ്ങൾ ജോലി ചെയ്തവർ ഈ അവസാന ദിനങ്ങളായപ്പോൾ അവരുടെ ജോലി നഷ്ടപ്പെട്ട് അവരൊക്കെ അവരുടെ വീടുകളിലേക്ക് തിരിഞ്ഞു പോയപ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഇന്നും നിന്നെ ഈ ദേശത്ത് നിർത്തിയിരിക്കുന്നത് എന്റെ കർത്താവിന്റെ കൃപയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ എത്ര പറഞ്ഞാലും അത് മതിയാകത്തില്ല. പ്രിയ സ്നേഹിത, നിന്റെ ജീവിതത്തിൽ
മറ്റുള്ളവർ നിന്നെ നിന്ദിച്ചപ്പോൾ, നിനക്കെതിരെ അപവാദം പറഞ്ഞപ്പോൾ, ഇല്ലായ്മകൾ പറഞ്ഞപ്പോൾ, നീ അറിയാത്ത കാര്യങ്ങൾക്ക് കുറ്റങ്ങൾ നിനക്കെതിരെ പറഞ്ഞപ്പോൾ, വർഷിച്ചപ്പോൾ, നീ സേവിക്കുന്ന എന്റെ യേശു കർത്താവും അനേകരിൽ നിന്ന് കുറ്റമേറ്റവനായിരുന്നു. എന്നാൽ നിന്റെ ഇല്ലായ്മകളെ മാറ്റിക്കൊണ്ട്, വല്ലായ്മകളെ മാറ്റിക്കൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് അവനൊരു ഉയർപ്പ് തന്നിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? എന്റെ ജീവിതത്തിന് ദൈവം എനിക്കൊരു വിടുതൽ തന്നുകൊണ്ടാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തെ വാതുകൊണ്ട് അല്പസമയം ആരാധിക്കുന്നുവെങ്കിൽ ആരാധനയിൽ വിടുതൽ നൽകുന്ന ഒരു ദൈവ സാന്നിധ്യം അവിടെയുണ്ട്. ഈ ആരാധനയിൽ നിന്റെ രോഗം മാറുവാൻ പോവുകയാണ്. ഈ ആരാധനയിൽ നിന്റെ വല്ലായ്മകൾ മാറുവാൻ പോവുകയാണ്. ഈ ആരാധനയിൽ നിന്റെ കഷ്ടത മാറുവാൻ പോവുകയാണ്. പ്രിയ സ്നേഹിത, വേദനയോടുകൂടി ആയിരിക്കാം ഈ മീറ്റിംഗില് നിങ്ങൾ പങ്കെടുക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങള്, ബന്ധുക്കള്, ചാർച്ചക്കാര്, കൂടെ ജോലി ചെയ്യുന്നവര്, അവരൊക്കെയും നിന്റെ മുന്നില് കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് നിന്നെ സഹായിക്കുവാൻ സാധ്യമല്ല. ഒരുപക്ഷെ കടഭാരത്തോടു കൂടെ വലഞ്ഞ സ്ഥാനത്ത് മറ്റുള്ളവരുടെ മുന്നിൽ ഇന്ന ഇദ്ദേഹം എന്നെ സഹായിക്കുമെന്ന് നീ ഒരുപക്ഷെ ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നീ കൈനീട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരൊക്കെയും നിനക്കെതിരെ കൈമലർത്തി കാണിച്ചപ്പോൾ നിനക്ക് വേണ്ടി താഴെ ഇറങ്ങി വന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പറയുവാൻ സാധിക്കുമോ, യഹോവ ഈരേ, അവൻ എന്റെ ദാതാവാണ്. രോഗിയായിട്ട് നീ ഭാരപ്പെട്ട സമയത്ത്, നിന്റെ ബലഹീനതയുള്ള ശരീരത്തിന് നീ വിചാരിച്ചു ഈ രോഗം എന്നെ കീഴടക്കുമെന്ന്. എന്നാൽ എന്റെ കർത്താവ് അവൻ യഹോവ റാഫയാണ്, അവൻ സൗഖ്യദായകനാണ്. ഇന്ന് രാത്രികാലം നിന്നെ സൗഖ്യമാക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. നിന്റെ ഇല്ലായ്മകളെ മാറ്റുന്ന ഒരു ദൈവിക സ്പർശം ഇവിടെയുണ്ട്. എത്ര പേർ ആ സാന്നിധ്യം മനസ്സിലാക്കുന്നു? നിന്റെ രോഗത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിച്ചുവെങ്കിൽ, നിന്റെ കഷ്ടതയിൽ നിന്ന് അവൻ നിന്നെ വിടുവിച്ചുവെങ്കിൽ, രോഗം നിന്നെ കൈവിട്ട സ്ഥാനത്ത്, മറ്റുള്ളവർ നിന്നെ കൈവിട്ട സ്ഥാനത്ത് ദൈവം നിന്റെ കൂടെയുണ്ട്. പലരും നിന്നെ കൈവിട്ട സ്ഥാനത്ത്, പലരും നിന്നെ സഹായിക്കുമെന്ന് നീ വിചാരിച്ച സ്ഥാനത്ത് എല്ലാവരും നിന്നെ മാറിപ്പോയപ്പോൾ മാറാത്ത കർത്താവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവമേ, നിന്റെ സാന്നിധ്യത്തിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. രക്തത്താൽ ചെയ്യും. നമ്മുടെ എല്ലാ പുറമേയുള്ള ചിന്തകളും മാറട്ടെ, നമ്മുടെ എല്ലാ ഭാഗ്യചിന്തകളും മാറട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അങ്ങനെയെങ്കിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം ഞാനിവിടെ പാടുമ്പോൾ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമായിക്കൊണ്ട് നമ്മൾ ദൈവത്തെ ഒരുമിച്ച് പാടി ആരാധിക്കുവാൻ പോവുകയാണ്.
വിശ്വസിച്ചാൽ ദൈവം
രാത്രികാലം ദൈവത്തെ പാടി ആരാധിച്ചു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം ഇവിടെയുണ്ട്. നമ്മുടെ കർത്താവ് ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. സ്തുതികളിൽ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം രാത്രികാലം ഇവിടെയുണ്ട്. എത്ര പേർ മനസ്സിലാക്കുന്നു ദൈവിക സാന്നിധ്യം ഇവിടെയുണ്ട്. ദൈവത്തിന്റെ നമുക്ക് പാടുവാൻ സാധിക്കുമോ? നീ മാത്രം മതി കർത്താവേ, നീ മാത്രം മതി കർത്താവേ. എന്റെ ജീവിതത്തിൽ പലരും എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എല്ലാവരും എന്നെ കൈവിട്ട് കർത്താവേ. എനിക്ക് കർത്താവേ നീ മാത്രമേ ആശ്രയമുള്ളൂ. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥതയോടുകൂടെ എത്ര പേർക്ക് എന്നോട് കൂടെ ചേർന്ന് ഞങ്ങളോട് കൂടെ ചേർന്ന് ധ്യാനിച്ച് പാടുവാൻ സാധിക്കും? നീ മാത്രം മതി കർത്താവേ, നീ മാത്രം മതി കർത്താവേ. എന്റെ ജീവിതത്തില് ഈ ദേശത്ത് ഞാൻ കടന്നു വന്നപ്പോൾ പലരും എന്നെ ഉയർത്തുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എന്റെ ബോസിൽ ആശ്രയിച്ചു, എന്റെ മാനേജറിൽ ഞാൻ ആശ്രയിച്ചു. അവരെല്ലാം എന്നെ കൈവിട്ടു. എന്റെ സഹോദരങ്ങൾ എന്നെ കൈവിട്ടു. എന്റെ മാതാപിതാക്കൾ എന്നെ കൈവിട്ടു. എന്റെ ചർച്ചക്കാരനെ കൈവിട്ടു. അന്നും ഇന്നും നീ മാത്രമേ ഉള്ളൂ കർത്താവേ. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജ്ഞാനത്തോട് കൂടെ ഈ പാട്ട് വളരെ ശ്രദ്ധയോടെ പാടാം.
നോവിയോട് പറഞ്ഞു അതിന്റെ വാതിൽ അടച്ചകത്ത് കെട്ടി ഹോയ ഓർക്കുന്നൊരു ദൈവം ഇന്ന് പകലത്തിന്റെ മധ്യ വന്നിട്ടുണ്ട്. എത്ര പേർക്ക് ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റും, കർത്താവേ നീ മാത്രം മതി. ലോകത്തിന്റെ താങ്കൾ നീങ്ങിപ്പോയാലും ഉറ്റവർ മാറിപ്പോയാലും വിപ്ലവങ്ങൾ ചർച്ചകൾ ആരെല്ലാം നിന്നെ വിട്ട് നീങ്ങിപ്പോയാലും അവര് ഒരു ഭക്തന് ഒറ്റ കാര്യം മാത്രമേ അവര് പറയാനുള്ളൂ. നീ മാത്രം മതി. വാക്യം പ്രതിവാക്യമായി വാക്യം വാക്യമായിരിക്കും. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടായവരുമേ, ഈ നല്ല ദിവസത്തിന്റെ വൈകിയ സമയം ഒരു പ്രാവശ്യം കൂടെ ദൈവികമായ കൊടിമരവിട്ട് മധ്യയായിരിക്കാൻ വലിയവനായ ദൈവം തമ്പുരാൻ നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ഈ പ്രകാരം വീണ്ടും ഒരു അവസരം കൂടെ ഒരുക്കി തന്നത് ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരു വർഷത്തിന്റെ അവസാന ദിവസത്തിലേക്ക് കടന്നു വന്നിരിക്കുക. 16-ന്റെ ആരംഭം മുതൽ ഈ 16-ന്റെ അവസാനം വരെയും തമ്പുരാൻ നമ്മളെ ആയിരുന്ന ഇടങ്ങളിലൊക്കെയും കരുതി നമ്മോടൊപ്പം പഠിച്ചവരെ, നമ്മോടൊപ്പം ജോലി ചെയ്തവരെ, നമ്മോടൊപ്പം സഞ്ചരിച്ചവരെ, നമ്മോടൊപ്പം ജീവിതത്തിന്റെ മേഖലകളിൽ വിവിധ സ്ഥലങ്ങളിലായിരുന്നവർ അനേകർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മയായിരുന്ന ഇടങ്ങളിലൊക്കെയും സൂക്ഷിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ഒരു യോഗ്യതയുമല്ല, നമ്മുടെ ഒരു യോഗ്യതയുമല്ല, നമ്മളെക്കാൾ സാമർഥ്യമുള്ളവർ, കഴിവുള്ളവരും സ്ഥാനമാനങ്ങളുള്ളവര്, സൗന്ദര്യമുള്ളവര് ഒക്കെയും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോഴും വലിയവനായ ദൈവം തമ്പുരാൻ നമ്മെ ആയിരുന്ന ഇടങ്ങളിലൊക്കെയും അവിടെ എവിടെയായി സൂക്ഷിച്ചു. എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ തമ്പുരാൻ നമ്മെ നടത്തി. നമ്മുടെ ഒരു യോഗ്യതയുമല്ല, നമ്മുടെ കഴിവല്ല, നന്മകളല്ല, വലിയ പ്രവൃത്തികളല്ല, തമ്പുരാന്റെ വലിയ സ്നേഹം, ദൈവത്തിന്റെ വലിയ കരുതല. പ്രിയമുള്ളവരെ, ഇത്തരണത്തിൽ എനിക്ക് ഓർക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ശേഷിക്കുന്ന കാലം, നമ്മുടെ ജീവിതം നാളെ നമ്മുടെയാണെന്ന് പറയുവാൻ കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ശേഷിക്കുന്ന കാലം ദൈവത്തെ സ്നേഹിച്ച് ആ സ്നേഹത്തെ മറക്കാതെ, ആ കാൽവരി ക്രൂശിലെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിന്റെ മോഹങ്ങളിലും ജടികമായ താല്പര്യങ്ങളിലും ലൗകിക ചിന്തകളെയും വിട്ടൊഴിഞ്ഞ് ദൈവസ്നേഹത്തെ രുചിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ എത്രയോ അനുഗ്രഹമായി തീരുമെന്ന് ഇത്തരണത്തിൽ ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. ഇന്ന് പകൽക്കാലം ആമുഖമായിട്ട് ഒരു കാര്യം കൂടെ ഓർപ്പിക്കാനുള്ളത്, കഴിഞ്ഞ ആഴ്ചയിൽ എന്നോട് നമ്മുടെ പാസ്റ്റർ എന്നോട് വിളിച്ച് പറഞ്ഞ് സങ്കീർത്തനം പറയണമെന്ന്, സങ്കീർത്തനത്തെ കുറിച്ച് പ്രബോധനം കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ ആദ്യം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സ്നാനപ്പെട്ട സഭയോട് ചേർന്ന് കടന്നു വന്നത്. കാരണം സഭയിലെ മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ മീറ്റിങ്ങുകൾക്കും 2-3 വചനങ്ങൾ കേട്ട് ഈ വചനത്തെക്കുറിച്ച് വളരെയധികം ആഴമുള്ളവരാണ്, അല്ലേ? വചനത്തിന്റെ വ്യാപ്തി വളരെയധികമുണ്ട്. അവരുടെ മധ്യേ വന്ന് ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ അതുകൊണ്ട് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം വീണ്ടും വിനോയ് ബ്രദറും പാസ്റ്ററും ഒക്കെ റൂമിൽ വരുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ ഇടയായി. ഓക്കെ, ഞാൻ അങ്ങനെ സമ്മതിച്ച് ഒരു സങ്കീർത്തനം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോടെ വിളിച്ച് പറയുകയും ചെയ്തു. 65-ാം സങ്കീർത്തനം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് എഴുതി വെച്ചു. ഇപ്പോഴും ഇതെടുക്കാൻ നോക്കിയപ്പോഴാണ് ഗ്ലാസും ഇല്ലതാനും. അങ്ങനെ ഞാൻ എന്താണ് വേണ്ടത്, അപ്പോൾ ദൈവത്തിന്റെ ഒരു പദ്ധതി ആയിരിക്കും അങ്ങ് പറയാമെന്ന് വിചാരിക്കുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നാം വായിച്ചു കേട്ടതായ, അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, അപ്പൊ എന്നെക്കാള്
അറിവും ജ്ഞാനമുള്ളവർ നമ്മോടൊപ്പമുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ എനിക്കും കൂടെ അത് നല്ലതാണ്. കാരണം മുന്നോട്ട് പോകുന്ന യാത്രയിൽ അതെനിക്ക് ഉപയോഗമായി തീരുമെന്നും കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് പകൽക്കാലം നാം വായിച്ചു കേട്ടതായ സങ്കീർത്തന ഭാഗം 65-ാം സങ്കീർത്തനം. ഞാൻ പുസ്തകം കയ്യിൽ വെച്ചേക്കുന്നേ ഉള്ളൂ, കാരണം നോക്കി വായിക്കാൻ ക്ലാസ്സില്ല. അപ്പൊ 65-ാം സങ്കീർത്തനം അതിലാദ്യം പറഞ്ഞിട്ടുണ്ട് എന്താ, ദാവീദിന്റെ ഒരു ഗീതം എന്ന ഹെഡിങ്ങിൽ തന്നെ നാം വായിക്കുന്നുണ്ട്. പിന്നെ 13 വാക്യങ്ങൾ അടങ്ങിയതായ ഒരു സങ്കീർത്തനം. ഇന്നത്തെ വചനത്തിന് ആധാരമായി ഞാൻ എടുത്തിരിക്കുന്ന 9-ാം വാക്യം മുതലുള്ളതായ ചില ഭാഗങ്ങൾ. അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്, നീ ഭൂമിയെ സന്ദർശിച്ച് അതിനെ നയിക്കുന്നു, പിന്നെയോ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. വീണ്ടും വായിച്ചാട്ടെ. നീ അതിന്റെ ഒഴിവ് ചാലുകളെ നനയ്ക്കുന്നു, അതിന്റെ കട്ട ഉടച്ചു നിരപ്പാക്കുന്നു, അതിന്റെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. ഇങ്ങനെ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. പിന്നെയോ വായിച്ചോട്ടെ. നിന്റെ പാതകൾ പുഷ്ടി പിടിക്കുന്നു, കുന്നിൻപുറങ്ങൾ മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പിടിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു, മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. ദൈവനാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. വചനഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, ആത്മബന്ധം കൈക്കൊണ്ടാം. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, സങ്കീർത്തനം 65-ന്റെ 9-ാം വാക്യം, നീ ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു. ഇതിനോട് ചേർന്ന് ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാം വാക്യം. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. ജനമെല്ലാം സന്തോഷിക്കുക. ഇതാ ഒരു പ്രവാചകൻ, ദൈവം നമ്മുടെ ദേശത്തെ സന്ദർശിച്ചു എന്ന് പറഞ്ഞ് അവർ ദൈവത്തിന് മഹത്വം കൊടുത്തു. അപ്പൊ ഈ 2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വേദഭാഗം, ഒരു നമുക്ക് ചിന്ത എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മെ സന്ദർശിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മെ സന്ദർശിക്കുന്ന ദൈവമാണ്. ഇതാ ഭൂമിയെ സന്ദർശിച്ചു, അതിനെ നനയ്ക്കുകയാണ്, അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. എന്നിട്ടോ അതിന്റെ കട്ടകളൊക്കെയും ഉടച്ച് നിരപ്പാക്കി അതിനുള്ളിൽ ഒതുങ്ങിയിരിക്കുന്നതായ വിത്തിനെ എന്ത് ചെയ്യുന്നു, മുളപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ ആ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നതായ ദൈവം, സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ
കഴിഞ്ഞ ആഴ്ചയിൽ പ്രശ്നമുണ്ടായതിനു ശേഷം കൂടുതൽ സംസാരിക്കുന്നതിന് ഇച്ചിരി അല്പം പ്രയാസമുണ്ട്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പൊ നോക്കണം, ഭൂമിയെ സന്ദർശിച്ചിട്ട് അതിനെ നനച്ച് അതിന്റെ കട്ടകളൊക്കെയും ഉടച്ചു നിരത്തിയിട്ട് എന്താ അതിനുള്ളിലായിരുന്നതായ മുളയെ അനുഗ്രഹിച്ച് അത് കിളിർത്തു വരുവാൻ തുടങ്ങുക. ഇങ്ങനെ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നതായ ഒരു ദൈവം, ഭൂമിയെ സന്ദർശിച്ച ദൈവം അവിടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു സാഹചര്യമാക്കി മാറ്റുകയാണ്. കുന്നിൻപുറങ്ങൾ ഉല്ലാസം ധരിക്കുന്നു, മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടം കൊണ്ട് നിറയുന്നു, പുൽപ്പുറങ്ങൾ ഉല്ലാസം ധരിക്കുന്നു. പിന്നെയോ താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടുകയാണ്. അപ്പോൾ പൊതുവെ ചിന്തിച്ചു നോക്കുമ്പോൾ യഹോവയായ ദൈവം തമ്പുരാൻ ഭൂമിയെ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ഒരു അവസ്ഥയായി മാറുകയാണ്. ഇവിടെ ഇതാ നാം വീണ്ടും ലൂക്കോസിന്റെ വിഷയത്തിൽ വായിച്ചപ്പെടുന്ന അവിടെയും ഇതാ യഹോവയായ ദൈവം തമ്പുരാൻ തന്റെ ദേശത്തെ സന്ദർശിച്ചിരിക്കുന്നു. യഹോവയായ ദൈവം തമ്പുരാൻ തന്റെ ദേശത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവിടെ നമുക്കറിയാം കഥ എന്താണെന്ന്, സംഭവം എന്താണെന്ന്. നൈൻ എന്ന പ്രദേശത്ത്, നൈൻ എന്ന പട്ടണത്തില് ഒരേ ഒരു മകനുണ്ടായിരുന്ന ഒരമ്മ അല്ലേ, അമ്മയ്ക്ക് ഒരേ ഒരു മകൻ. അവളോ വിധവയായിരുന്നു. തൻ്റെ എല്ലാ ആശ്രയമായിരുന്ന, തൻ്റെ കരുതലും സഹായവും ഒക്കെയും അവനിൽ അർപ്പിച്ചിരുന്നതായ അമ്മ എന്ത് സംഭവിച്ചു? പെട്ടെന്നൊരിക്കൽ തൻ്റെ മകൻ എന്നിൽ നിന്നോ വേർവിട്ടു പോയി. തൻ്റെ എല്ലാമായിരുന്ന തൻ്റെ മകൻ തന്നെ കരുതിക്കൊള്ളും, തന്നെ സൂക്ഷിച്ചുകൊള്ളും എന്നൊക്കെ വിചാരിച്ചിരുന്ന അമ്മ പെട്ടെന്ന് കാലത്തിന്റെ തികവിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ മകൻ അമ്മയിൽ നിന്ന് വേർപെട്ടു പോയി. ഇതാ വലിയൊരു ജനക്കൂട്ടം അമ്മ പിറകിൽ കരഞ്ഞുകൊണ്ട് നെടുവേർപ്പെട്ടുകൊണ്ട് നുറുങ്ങിയ വേദനയോടെ തകർന്ന ഹൃദയത്തോടെ അമ്മ ആ ജഡത്തിന്റെ പിന്നാലെ കടന്നു വരികയാണ്. വലിയൊരു ജനക്കൂട്ടം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, പലരും അവളെ ആശ്വസിപ്പിച്ചു. പക്ഷേ അവിടെ പ്രശ്നത്തിനൊരു പരിഹാരം കൊടുക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഇതേ സമയമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ പട്ടണത്തിലേക്ക് കടന്നു വരികയാണ്. പട്ടണത്തിന് പുറത്തേക്ക് മരണം കടന്നു പോകുമ്പോൾ പട്ടണത്തിനകത്തേക്ക് ഞാനാകുന്നു ജീവൻ, ഞാനാകുന്നു സത്യം, ഞാൻ തന്നെ വെളിച്ചം എന്ന് പറഞ്ഞവൻ ഇതാ പട്ടണത്തിനുള്ളിലേക്ക് കടന്നു വരുന്നു. പട്ടണത്തിന് പുറത്തേക്ക് മരണം കടന്നു പോകുമ്പോൾ പട്ടണത്തിനകത്തേക്ക് ജീവൻ കടന്നു വരികയാണ്. രണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഒടുവിൽ ജീവൻ ജയിക്കുകയാണ്. അവളും യേശുവും അവളുടെ അടുക്കൽ ചെന്നു അവളോട് പറഞ്ഞു, കുഞ്ഞേ നീ കരയണ്ട, കുഞ്ഞെ നീ കരയണ്ട, നീ വിഷമിക്കണ്ട. പക്ഷേ മറ്റുള്ളവർ പറഞ്ഞതുപോലെ അവൻ മടങ്ങിപ്പോയില്ല. അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം കർത്താവായ യേശു ക്രിസ്തു കൊടുക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അവൻ കടന്നു വന്നു, മഞ്ചത്തെ ചുമക്കുന്ന ആ മഞ്ചത്തെ യേശു ക്രിസ്തു തൊടുകയാണ്. തൊട്ട് കഴിഞ്ഞപ്പോൾ മഞ്ചം ചുമക്കുന്നവർ അവിടെ നിന്നു. പ്രിയമുള്ളവരെ, നിൽക്കുവാൻ യേശു പറഞ്ഞില്ല. പക്ഷേ മഞ്ചത്തെ തൊട്ട് കഴിഞ്ഞപ്പോൾ അവർ അവിടെ നിന്നു. ആരാണ് തൊട്ടത്? മരണത്തിന്മേൽ അധികാരമുള്ളവൻ, മരണത്തിന്മേൽ അധികാരമുള്ളവൻ തൊട്ടു കഴിഞ്ഞപ്പോൾ മരണത്തെ ചുമക്കുന്നവർ അവിടെ നിന്നു. എന്നിട്ടോ യേശു ക്രിസ്തു അതിലേക്ക് നോക്കി വിളിച്ചു, ബാല്യക്കാരാ എഴുന്നേൽക്ക, ബാല്യക്കാരാ എഴുന്നേൽക്ക. ആരാണ് വിളിച്ചത്? ഒന്നുമില്ലായ്മയിൽ നിന്നും സകലവും ഉളവാക്കിയവൻ, ആറ് വാക്കുകൊണ്ട് തന്റെ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, നിർജീവമായതിനെ നോക്കി കൽപ്പിച്ചവൻ, ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ നിങ്ങൾ ജീവിക്കുമെന്ന് വിളിച്ചു പറഞ്ഞവന്റെ ശബ്ദം ബാല്യക്കാരൻ കേട്ടു. അവർ എഴുന്നേറ്റു ദൈവത്തെ സ്തുതിപ്പാനായിട്ട് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, കണ്ടിട്ട് ജനം ആർത്തു പറഞ്ഞു, ഇതാ ദൈവം നമ്മുടെ ദേശത്തെ സന്ദർശിച്ചിരിക്കുന്നു, ദൈവം നമ്മുടെ ദേശത്തെ സന്ദർശിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, കാലാകാലങ്ങളിൽ സമയങ്ങളിൽ യഹോവയായ ദൈവം തമ്പുരാൻ നമ്മെ സന്ദർശിക്കും. യഹോവയായ ദൈവം തമ്പുരാൻ നമ്മെ സന്ദർശിക്കും. തന്റെ ജനത്തിന്റെ കഷ്ടത കാണുമ്പോൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ പറയുന്നുണ്ട്. തന്റെ ജനം മിസ്രയീമിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. തന്റെ ജനം മിസ്രയീമിൽ കിടന്ന കഷ്ടപ്പെടുന്ന കഷ്ടത കണ്ടിട്ട്, അവരുടെ നിലവിളി കേട്ടിട്ട്, അവരുടെ സങ്കടങ്ങളെ അറിഞ്ഞിട്ട് യഹോവയായ ദൈവം തമ്പുരാൻ അവരെ വിടുവിപ്പാൻ അവിടേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ തന്റെ ജനത്തിന്റെ കഷ്ടത കണ്ട് കണ്ണടച്ച് കളയുന്നവനല്ല നമ്മുടെ ദൈവം. തന്റെ ജനത്തിന്റെ നിലവിളി കേട്ടിട്ട് കാതു പൊത്തിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം. അവരുടെ സങ്കടങ്ങളെ അറിഞ്ഞിട്ട് അവൻ
വിടുവിപ്പാനായിട്ട് ഇറങ്ങി വരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവൻ നമ്മുടെ സങ്കടങ്ങളെ അറിഞ്ഞ്, നമ്മുടെ നിലവിളി കേട്ട്, നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യേ, പ്രതികൂലങ്ങളുടെ മധ്യേ ഇറങ്ങി വന്ന് വിടുവിക്കുന്നവരാണ് നമ്മുടെ ദൈവം. പ്രിയമുള്ളവരെ, യഹോവയായ ദൈവം തമ്പുരാൻ സമയങ്ങളില് തന്റെ ആവശ്യക്കാരുടെ മധ്യേ അവൻ നമ്മെ ഇറങ്ങി വന്ന് വിടുവിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം, ഇത് എത്രത്തോളം സഭാപ്രസംഗം പറയുന്നുണ്ട്. ചിരിപ്പാനൊരു കാലം, കരയുവാനൊരു കാലം, സമ്പാദിപ്പാനും നേടുവാനും ചെലവഴിപ്പാനും ഒക്കെയും ഒരു കാലമുണ്ട്. പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ നമ്മോടുള്ള കരുതൽ എന്ന് പറയുന്നതിന് അതിനൊരു കാലയളവില്ല. സങ്കീർത്തന പുസ്തകം 90-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച ദിവസങ്ങൾക്കും ക്ലേശം സഹിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച, ഞങ്ങൾ കണ്ണുനീർ കുടിച്ചതായ, ഞങ്ങൾ കഷ്ടപ്പെട്ടതായ ദിവസങ്ങൾക്ക് തക്കവണ്ണം നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. 31-ാം സങ്കീർത്തനം 19-ാം വാക്യം പറയുന്നുണ്ട്, അപ്പൻ തന്റെ മക്കൾക്ക് ശേഖരിച്ചു വെച്ചിരിക്കുന്ന പോലെ, യഹോവയായ ദൈവം തമ്പുരാൻ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന പോലെ ദൈവത്തിന്റെ നന്മ എത്രയോ അധികമാകുന്നു. ഒരുപക്ഷെ പ്രിയമുള്ളവരെ, അപ്പൻ മക്കൾക്ക് വേണ്ടി ശേഖരിച്ചു വെച്ചിരിക്കുന്ന പോലെ, അപ്പൻ മക്കൾക്ക് വേണ്ടി കരുതി വെക്കുന്നത് പോലെ ദൈവത്തിന്റെ ദയെന്ന് പറയുന്നത്, ദൈവത്തിന്റെ നന്മ എന്ന് പറയുന്നത് നമുക്ക് അളക്കുവാനായിട്ട് കഴിയുകയില്ല. ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം, അവർക്ക് കൊടുക്കുന്ന നന്മ എനിക്ക് ലഭിക്കുന്നില്ലല്ലോ, മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നന്മ എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഒരുപക്ഷെ നാം അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറഞ്ഞേക്കാം. 147-ാം സങ്കീർത്തനം അതിന്റെ 9-ൽ പറയുന്നുണ്ട്, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കും. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുകയാണ്. മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരമല്ല പക്ഷികൾക്ക് കൊടുക്കുന്നത്. പക്ഷിക്ക് കൊടുക്കുന്ന വേറെ വ്യത്യാസങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരത്തിന് വ്യത്യാസമുണ്ട്. എനിക്ക് ലഭിക്കുന്ന നന്മ ഒരുപക്ഷെ സഹോദരൻ ലഭിച്ചെന്ന് വരികയില്ല. ഇവർക്ക് ലഭിച്ചെന്ന് പറയുന്ന നന്മ മറ്റുള്ളവർക്ക് ലഭിച്ചെന്ന് വരികയില്ല. കിട്ടുന്ന നന്മയിൽ നാം സന്തോഷപ്പെടുക. ദൈവം തരുന്ന നന്മകളെ ഓർത്ത് ദൈവസന്നിധിയില് സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ അത് ജീവിതത്തില് അനുഗ്രഹമായി തീരുമെന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ തന്നെ ചിന്തിക്കും, തമ്പുരാനെ, ഈ അവസ്ഥയിൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ? എങ്ങനെ മുന്നോട്ട് പോകുവാൻ കഴിയും? 1000-ഓ 1500-ഓ 2000-ഓ ശമ്പളം കിട്ടിയാല് ഇങ്ങനെ ഞാൻ എൻ്റെ ജീവിതം, ഭാവി ജീവിതം എങ്ങനെ ക്രമീകരിക്കുവാൻ കഴിയുമെന്ന് ഒരുപക്ഷെ നാം ചിന്തിച്ചാൽ, നാം പാട്ടുകാരൻ മുമ്പേ പാടിയതുപോലെ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഞാൻ പറയുന്നുണ്ട്, ഗെരാർ എന്ന് പറയുന്ന ഒരു സ്ഥലം, ഗെരാർ എന്ന് പറയുന്ന ഒരു സ്ഥലം അബ്രഹാമിന്റെ കാലത്തുണ്ടായതുപോലെ ക്ഷാമം അവിടെ കൂടെ ഉണ്ടാകുന്നു. ക്ഷാമം അടിക്കടി ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഗെരാർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഇസഹാക്ക് കൃഷി ഇറക്കി. എന്താ സംഭവിച്ചെന്നറിയുമോ? നൂർമേനി വിളഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന മേഖല ഏതായിക്കൊള്ളട്ടെ, ക്ഷാമകാലത്തും അല്ലെങ്കിൽ ക്ഷാമം അനുഭവപ്പെടുന്ന ദേശത്തും നമ്മെ ഉയർത്തുവാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ട് എന്ന് ഇത്തരത്തിൽ ഞാൻ ഓർപ്പിച്ചുകൊള്ളട്ടെ. അവസരം ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ച് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. നാം ആയിരിക്കുന്ന മേഖലകളിൽ, നാം ആയിരിക്കുന്ന ഇടങ്ങളില് പത്രോസ് തന്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 1 പത്രോസ് ലേഖനം 2-ാം അധ്യായം 11-12 പറയുന്നുണ്ട്, നീ ആയിരിക്കുന്ന പ്രവാസികളും പരദേശികളുമായിരിക്കുന്ന നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന സകല ജഡമോഹങ്ങളെയും വിട്ടിട്ട്, ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാറെന്ന് ദുഷിക്കും തോറും അവരുടെ ഇടയിൽ നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് കർത്താവിന്റെ സന്ദർശന ദിവസത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ അവരുടെ ഇടയിൽ നമ്മുടെ നടപ്പ് നാം നന്നാക്കിക്കൊള്ളണം. പ്രിയമുള്ളവരെ, വളരെയധികം യോജിച്ചതായ ഒരു വാക്യമാണ്. പരദേശികളായിട്ട്, പ്രവാസികളായിട്ട് ഈ ദേശത്ത് നാം കടന്നു വരുമ്പോൾ പലരും നിന്ദകളും ഋഷികളും ഒക്കെ ഏൽക്കേണ്ടതായി വന്നാലും, പ്രിയമുള്ളവരെ, കർത്താവിന്റെ ഒരു സന്ദർശന ദിവസമുണ്ട്. ആ ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നമ്മുടെ നടപ്പ് നാം നന്നാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ അത് പ്രിയ അനുഗ്രഹത്തിന് കാരണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട
വെള്ളിയാഴ്ചയുടെ പകൽക്കാലം വീണ്ടും കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ നമുക്ക് നൽകിയതായ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം കർത്താവ് നമ്മെ അതിശയകരമായിട്ട് പരിപാലിച്ചു. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കും. കഴിഞ്ഞ ഒരു വർഷം നമ്മെ നന്മ കൊണ്ട് അലങ്കരിക്കാത്ത ഒരു മണ്ഡലങ്ങളുമില്ല. നാം ഓർത്തിരിക്കാം, പലപ്പോഴും എങ്ങനെയാണ് 2016 തുടക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ഭാരങ്ങള് പ്രയാസങ്ങളൊക്കെയും ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. എങ്ങനെ ഈ 2016 ഞാൻ മുന്നോട്ട് പോയി? നമുക്കിപ്പോൾ ഈ അവസാന ദിവസം പറയുവാനായിട്ട് വളരെ തൻ്റെയോടത്തോടെ നിൽക്കുവാനായിട്ട് കഴിയും. കർത്താവ് എൻ്റെ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിച്ചു. അതിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. വളരെ പെട്ടെന്ന് ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസിലൂടെ കേൾക്കുവാനായിട്ട് കർത്താവ് കൃപ നൽകി. കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രമാണ് കർത്താവിന്റെ ദാസൻ സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് അടുത്തു വന്നത്. പ്രശസ്തമായ ദൈവം നിർത്തുന്ന എല്ലാ വിധങ്ങൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എൻ്റെ ദാസന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് കൊടുത്തതായ ഹല്ലേലൂയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രദീപ് നാട്ടിലായിരിക്കുന്നു. തന്റെ ദാസനെ ദൈവം അതിശയമായിട്ട് കടന്നുപോയി സന്തോഷത്തോടെ ആയിരിക്കാനായിട്ട് സഹായിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സുബിത് ബദലിന് ദൈവം കൊടുത്ത ഭൗതികമായിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. സകലതും ദൈവം അനുഗ്രഹകരമായി നമ്മെ നടത്തുന്നു. വിശേഷാൽ കർത്താവിന്റെ ദാസന് ഓർപ്പിക്കാനായിട്ട് പറഞ്ഞ ആ ഒരു വിഷയം ഞാൻ ഓർപ്പിക്കുന്നു. നാളെ നമ്മൾ ഇയറിൻ്റായിട്ട് കൂടി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും ജോലി കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് അതിൻ്റെ സാഹചര്യങ്ങൾ? 1-ാം തീയതി ജോലി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അവധി ഉള്ളവരുണ്ട്, അവധി ഇല്ലാത്തവരുണ്ട്. കടന്നു വരുവാൻ ഏത് സമയമാണ് എല്ലാവർക്കും ഏറ്റവും പ്രയോജനകരമായിരിക്കുന്നതെന്ന് കർത്താവിന്റെ ദാസനെ അറിയിച്ചാൽ അതനുസരിച്ചൊരു തീരുമാനം നമുക്ക് എടുക്കുവാനായിട്ട് കഴിയും. രാവിലെ ആയിരുന്നാൽ ആ സമയങ്ങളിൽ, അല്ലെങ്കിൽ വൈകുന്നേരമാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കൂടി വരുവാനായിട്ട് നമുക്ക് കഴിയും. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വളരെ പെട്ടെന്ന് ദൈവവചനത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം ശബ്ദമുയർത്തി വായിക്കാം. എന്നാൽ നിങ്ങൾക്കും അതിനുമിടയിൽ 2000 മുഴം അകലം ഉണ്ടായിരിക്കണം. 2000 മുഴം അകലം ഉണ്ടായിരിക്കണം. അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവൻ ആകും എന്ന് പറഞ്ഞു. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹകരമായി കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളെ വിട്ടുപോകുവാനായിട്ട് കർത്താവേ കൃപ ചെയ്ത് ഓർത്ത സ്തോത്രം. അനേകര ഭാരങ്ങളിലും പ്രയാസങ്ങളിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഇത്രത്തോളം അനുഗ്രഹത്തോടെ കർത്താവ് നിർത്തുന്ന ഓർത്ത് സ്തോത്രം. കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. വായിച്ച വചനങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കാരണം അത് ജനവും അടിയനും നിന്റേതാകുന്നു കർത്താവേ. ഞങ്ങളെ ഒരുപോലെ പരിശുദ്ധാത്മാവിൽ അതിൽ നിന്ന് പഠിപ്പിക്കണമേ കർത്താവേ. മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഹല്ലേലൂയ കർത്താവേ, അതിലെ ഒരു വാക്കെങ്കിലും ഞങ്ങൾക്ക് പ്രയോജനകരമെന്ന് പറയുവാൻ തക്കവണ്ണം ഹൃദയത്തിൽ എഴുതി സന്തോഷത്തോടെ കടന്നു പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രണം ഏറ്റെടുക്കണം. അടിയനെ സമർപ്പിക്കുന്നു, തിരുഹിതത്തിനായി ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നമുക്കറിയാം, മോശയുടെ കാലഘട്ടം കഴിഞ്ഞു. യോശുവയുടെ പുസ്തകം തുടങ്ങുമ്പോൾ മോശയുടെ കാലഘട്ടം കഴിഞ്ഞു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരു സംവത്സരം നമ്മെ വിട്ടുപോയി. ഈ ഒരു സംവത്സരത്തിൽ, ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങള്, നമ്മുടെ ജീവിതത്തിൽ വന്ന രോഗങ്ങള്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് 2017 ആവർത്തിച്ചാൽ അതിനെന്ത് ചെയ്യണമെന്ന് നമുക്ക് ഒരു
ഐഡിയ ഉണ്ട്. എന്നാൽ 2017 കടന്നു വരുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. മോശയുടെ മരണത്തിന് ശേഷം യോശുവ തന്റെ ജനത്തെ നടത്തുവാനായിട്ട് യോശുവ ഏൽപ്പിച്ചു കൊടുത്തു ദൈവം. അനവധിയായ വാഗ്ദത്തങ്ങളും അവന്റെ ജീവിതത്തിൽ കൊടുത്തു. 1-ാം അധ്യായത്തിൽ അവനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളങ്കാൽ, 3-ാം വാക്യം, നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെ ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. 5-ാം വാക്യം പറയുന്നു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടി ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. വാഗ്ദത്തം അവന് ലഭിച്ചു. മോശയ്ക്ക് കൊടുത്ത വാഗ്ദത്തം, തന്റെ ജനത്തെ കനാൻ ദേശത്തിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള വാഗ്ദത്തം മോശയ്ക്ക് ലഭിച്ചു. മോശയിൽ നിന്നത് കൈമാറി യോശുവയ്ക്ക് ലഭിക്കുകയാണ്. എന്നാൽ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ അത് ജീവിതത്തിൽ ഒരു പരിഭ്രമം സംഭവിച്ചിരിക്കുന്നു. പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിന്റെ മധ്യത്തിൽ അവരവിടെ 3 ദിവസം തങ്ങുവാനായിട്ടിടയായി. വളരെ സന്തോഷത്തോടു കൂടി കടന്നു വരുന്ന ജനം, എന്നാൽ അവിടെ 3 ദിവസം നമുക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. 3-ാം അധ്യായം ആദ്യത്തെ വാക്യം പറയുന്നു, അനന്തരം യോശുവ അധികാലത്ത് എഴുന്നേറ്റ് അവനും ഇസ്രായേൽ മക്കൾ എല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ അരികെ വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ച് 3 ദിവസം കഴിഞ്ഞിട്ട് യോർദാന്റെ കടവിൽ വന്ന് അവര് അവിടെ 3 ദിവസം നിൽക്കുകയും പ്രതികൂലത്തിന് മുന്നിലാണ് അവര്. കലങ്ങി മറിയുന്ന യോർദാന്റെ അനുഭവങ്ങൾ അവരുടെ മുന്നിലുണ്ട്. യോർദാൻ ഒരു മരണ നദിയാണ്. അതിന്റെ ആഴങ്ങൾ ഈ കലക്കത്തിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ജനം അതിനുള്ളിലേക്ക് കടന്നുപോയി മരണം സംഭവിക്കാം. എന്നാൽ ഈ ജനത്തെ അക്കരെ കടത്തണം. ജനത്തിന്റെ കൂടെയുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം അവന്റെ മുന്നിലുണ്ടെങ്കിലും ദൈവത്തിൽ നിന്നൊരു ആലോചന അവന് ലഭിച്ചിട്ടില്ല. താഴോട്ട് വരുമ്പോൾ അതിന്റെ മുന്നിൽ 2-ന്റെ അവസാനം അവനൊരു ആലോചന ലഭിച്ചിട്ടുണ്ട്. പുരോഹിതന്മാർ, 4-ാം വാക്യം നാം വായിച്ചത് തന്നെ, എന്നാൽ നിങ്ങൾക്കും അവിടെ 3-ാം വാക്യം പറയുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അത് ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലാം. നമുക്കറിയാം, സംഖ്യാപുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇവർ യാത്ര പുറപ്പെടുമ്പോൾ ഈ പെട്ടകത്തിന്റെ സ്ഥാനം എവിടെയായിരുന്നു? പെട്ടകം ജനത്തിന് മധ്യത്തിലായിരുന്നു. ഇപ്പോൾ പ്രതികൂലം വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരോട് പറയുകയാണ്, പുരോഹിതന്മാരുമായി പെട്ടകം മുൻപേ നടക്കണം. ഇറങ്ങി പുറപ്പെടുമ്പോൾ സാഹചര്യങ്ങളൊക്കെ അവർക്ക് മരുഭൂമിയുടെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ സ്വസ്ഥതയിലാണ് നടക്കുന്നത്. വളരെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അവർക്ക് പിറുപിറുപ്പുകളുണ്ട്, വെള്ളം കിട്ടുന്നില്ലെന്നുള്ള പരിഭവങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഇത്രമാത്രം പ്രതികൂലമായ ഒരു അനുഭവമല്ല അവരുടെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് പെട്ടകം, സംഖ്യാപുസ്തകം, ഹല്ലേലൂയ, സ്തോത്രം എന്ന് വായിക്കാം. അതിന്റെ 2-ാം അധ്യായം 9-ാം വാക്യമാണ് ഒന്ന് വായിച്ചു. ആമേൻ. യഹൂദ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 1,86,000. അല്ല, 12 വായിച്ചു. അവന്റെ അരികെ 12 അവന്റെ അരികെ ശിമയോൻ ഗോത്രം പാളയം ഇറങ്ങണം. ശിമയോന്റെ മക്കൾക്ക് സുരിഷദ്ദായിയുടെ മകൻ ശെലൂമിയേൽ പ്രഭു ആയിരിക്കണം. അവരുടെ ഗണം ആകെ 59,300 പേർ. പിന്നെ 17 പിന്നെ സമാഗമന കൂടാരം പാളയത്തിന്റെ നടുവിൽ ലേവ്യരുടെ പാളയവുമായി യാത്ര ചെയ്യണം. അവർ പാളയം ഇറങ്ങുന്നത് പോലെ തന്നെ താന്താങ്ങളുടെ കൊടിക്കരികെ യഥാക്രമം പുറപ്പെടണം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, സമാഗമന കൂടാരം പാളയത്തിന് നടുവിൽ. 2:17 ദൈവം. ഇപ്പോൾ ജനത്തിന്റെ കൽപ്പന അതാ, ജനത്തോടുള്ള കൽപ്പന നടുവിലാണ്. സ്വസ്ഥതയുടെ നടുവിൽ നാം അറിയുന്നില്ല ദൈവത്തിന്റെ സാന്നിധ്യത്തെ. നമ്മോടുകൂടെ ദൈവം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എല്ലാം ക്ലിയർ ആയി നടക്കുമ്പോൾ
ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യുവാൻ കഴിയുന്നില്ല. പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നു, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, വൈകുന്നേരവും പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ജീവിത സ്വസ്ഥതയിലാണ് കടന്നു പോകുന്നത്. നമുക്ക് ഈ സാക്ഷ്യം പറയാനൊക്കെ എളുപ്പമാണ്, ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന്. എന്നാൽ അത് ഫീൽ ചെയ്യുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഇവിടെ ഇസ്രായേൽ ജനത്തിന്റെ കാര്യവും അതാ. അവർക്ക് പെട്ടകം അവരോട് കൂടെ ഉണ്ട്, സാന്നിധ്യം അവരോട് കൂടെ ഉണ്ട്. അഗ്നിമേഘത്താലും അഗ്നിസ്തംഭത്താലും പകൽ മേഘസ്തംഭത്താലും ഒക്കെ അവരെ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. സാന്നിധ്യം അവരോട് കൂടെയുണ്ട്. ഈ സാന്നിധ്യം തിരിച്ചറിയുവാൻ കഴിയുന്ന അനുഭവം എവിടെയാണ്? പ്രതികൂലങ്ങളുടെ നടുവിലെ സാന്നിധ്യത്തിന്റെ വില നമുക്കറിയുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഇന്നലെ വരെ നമ്മുടെ പുറകിൽ നിന്ന് അല്ലെങ്കിൽ നടുവിൽ നിന്ന് നാം അറിയാതെ നമ്മെ നടത്തിക്കൊണ്ടിരുന്ന ദൈവം ഇപ്പൊ പ്രതികൂലത്തിന്റെ അനുഭവം വന്നിരിക്കുകയാണ്. യോർദാൻ കലങ്ങി മറിയുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതിന്റെ മുന്നിലാണ് ജനം നിൽക്കുന്നത്. ഇറങ്ങുവാൻ ജനത്തിന് പേടിയായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവരോട് പറയുകയാണ്, പുരോഹിതന്മാരോട് പറയുക, ഈ നടുക്ക് നിന്ന് പെട്ടകം നീട്ടിയിട്ട് മുൻപോട്ട് കൊണ്ടുപോയി വെക്കുക. 2000 മുഴം മുൻപിൽ ഈ ജനം ഈ സാന്നിധ്യം കണ്ട് യാത്ര ചെയ്യുവാൻ. ദൈവത്തിന്റെ ആഗ്രഹം അതാ, നാം സാന്നിധ്യം കണ്ട് യാത്ര ചെയ്യുന്നവരായി. പ്രതികൂലങ്ങളുടെ നടുവിൽ സാന്നിധ്യം അനുഭവിച്ചറിയുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അത് കണ്ട് യാത്ര ചെയ്യുന്നവരായി തീരുവാൻ. കലങ്ങി മറിയുന്ന യോർദാന്റെ അനുഭവത്തിൽ ഈ സാന്നിധ്യം കണ്ട് ഇവർക്ക് യാത്ര ചെയ്യുവാനായിട്ട് പ്രതികൂലത്തിന് നടുവിൽ കലങ്ങി മറിയുന്ന ഒരു അനുഭവമാണ്. അവിടെ ദൈവം നടുക്ക് നിന്നിട്ട് അറിയാതെ നിന്നിട്ട് കാര്യമില്ല. ഈ സാന്നിധ്യം ഇവർ കാണണം. ഞങ്ങളെ നടത്തുന്ന ആ വെള്ളത്തെ വറ്റിക്കുന്ന ഉയർന്നു വരുന്ന തിരമാലകളുടെ നടുവിൽ ഹല്ലേലൂയ ഹല്ലേലൂയ പർവ്വതമായ സമാനമായ പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവം മുൻപേ നടന്ന് അതിനെ മാറ്റിക്കളയുന്ന അനുഭവം അവർ തിരിച്ചറിഞ്ഞ് അക്കരെ കടക്കുവാനായിട്ട് അവർ കിടന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അവർ മുൻപേ ഹല്ലേലൂയ രുചിച്ചറിയുക. പുറപ്പാട് പുസ്തകം 33:13 ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. മോശ ദൈവത്തോട് വഴി ചോദിക്കുക. സ്തോത്രം. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണം. ദൈവത്തിന്റെ മറുപടി, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനം എന്ന് ഓർക്കണം. അതിന് അവൻ, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ദൈവം മോശയ്ക്ക് കൊടുത്ത വാഗ്ദത്തമാണ്. ഈ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അത് അഗ്നിസ്തംഭമായി മേഘ മറവുകളായി സാന്നിധ്യം അവരോട് കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന മോശ ഈ കൂടെ പോരുന്ന സാന്നിധ്യത്തെ അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു അവന്റെ ജീവിതത്തിൽ. നാം അങ്ങനെയാ ജീവിതത്തില് നമുക്ക് പ്രതികൂലം വരുമ്പോഴാ ഏറ്റവും ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാൻ അവസരം കിട്ടുന്നത്. സ്വസ്ഥമായ ജീവിതം നയിക്കുന്നവന് ദൈവ സാന്നിധ്യം വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. ഒരു ജീവിതത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ജീവിതത്തിൽ ആ സാന്നിധ്യം ഉള്ള സാന്നിധ്യത്തിന്റെ മറവിൽ നിന്ന് പോകുവാനേ പറ്റത്തുള്ളൂ. എന്നാൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, ഓരോരോ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മൾ നോക്കുമ്പോൾ മുന്നോട്ട് നോക്കുമ്പോൾ കാണുവാനായിട്ട് നമുക്ക് കഴിയും. ഹല്ലേലൂയ. മോശ ആദ്യമേ വിളിക്കുമ്പോൾ ദൈവങ്ങളുടെ മുൾപ്പടർപ്പിലാണ് ദൈവത്തിന്റെ സാന്നിധ്യം അവൻ അനുഭവിച്ചറിയുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലിന്റെ കൊണ്ടുചെന്ന് ദൈവശബ്ദം അവനെ കേൾപ്പിക്കുക. പുറപ്പാട് പുസ്തകം 3:1-2 വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് കടന്നു പോകാം, ഞാനത് വായിക്കണ്ട. അപ്പൊ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് പറയുന്നു. മോശയെ വിളിക്കുമ്പോൾ മോശ ഒളിച്ചു പോയിരിക്കുകയാണ്, ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ്. ദൈവം ഒരു ഉത്തരവാദിത്തം കൊടുത്ത് അവനെ വിളിക്കുമ്പോൾ മുൾപ്പറപ്പിലാണ് അവൻ ദൈവശബ്ദം കേൾക്കുന്നത്. എന്നാൽ പിന്നീട് അവന് വളർച്ച മുന്നോട്ട് പോകുമ്പോൾ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ എത്തുമ്പോൾ 20-ാം വാക്യത്തിൽ പറയുന്നു, സീനായ് പർവ്വതത്തിൽ വിളിച്ച് ദൈവം അവന്റെ മുൻപിൽ ദൈവത്തിന്റെ മുന്നിൽ നിർത്തുകയാണ്. കാരണം പ്രതികൂലം അവന്റെ പുറകിലുണ്ട്. കാരണം ജനം വളരെയധികം ഇവനോട് എതിർത്തുകൊണ്ടിരുന്നു. അപ്പൊ ദൈവ സാന്നിധ്യത്തിന്റെ മുന്നിൽ നിർത്തിയിട്ട് കഴിഞ്ഞ ദിവസം ദൈവശബ്ദം കേൾപ്പിച്ചു. മുൾപ്പടർപ്പുകൾ കത്തുന്നത് കണ്ട് ഇറക്കിയ മോശയെ ദൈവ സാന്നിധ്യത്തിന് മുന്നിൽ നിർത്തിയിട്ട് ദൈവവുമായുള്ള ബന്ധത്തിലാക്കി കൽപ്പനകളെ അവന്റെ കരങ്ങളിൽ കൊടുക്കുവാനായിട്ട് വളർച്ച പ്രതികൂല സാഹചര്യങ്ങളിലും നാം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വളരുന്നവരായിരിക്കും. മൂന്നാമത് കാണുമ്പോൾ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവന് പിന്നെ പർവ്വതത്തിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല.
കൂടാരത്തിനകത്തിറങ്ങി വന്ന് മോശയോട് സംസാരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. കാരണം സാന്നിധ്യത്തിന്റെ അനുഭവം അവൻ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ലഭിച്ചത് നഷ്ടപ്പെടുത്തി കളയുകയല്ല, ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനല്ല. സാഹചര്യങ്ങൾ എതിരായി നിൽക്കുമ്പോഴും അല്ലെങ്കിൽ സമൂഹം എതിരായി നിൽക്കുമ്പോഴും രോഗങ്ങള്, ഭാരങ്ങള്, പ്രതികൂലങ്ങൾ നമ്മുടെ മുന്നിൽ മുന്നോട്ട് വന്ന് നിൽക്കുമ്പോഴും സാന്നിധ്യം വർദ്ധിപ്പിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ മരണത്തിൽ ദൈവം, ചരിത്രകാരന്മാർ പറയുന്നു, ദൈവം മടിയിൽ കിടന്ന് മരിക്കുവാൻ തക്കവണ്ണം ഭാഗ്യമുണ്ടായ അവന്റെ ശവം എവിടെയെന്ന് ആർക്കും കാണുവാൻ തന്നെ കഴിഞ്ഞില്ല. ദൈവം അവനെ അടക്കിയെന്ന് പറഞ്ഞു ദൈവം അവനെ അടക്കം ചെയ്തു. സാന്നിധ്യം വർദ്ധിപ്പിക്കുക. ഓരോ ദിവസവും ദൈവികമായ യാത്രയിൽ കഴിഞ്ഞ ഒരു വർഷം നമ്മെ എങ്ങനെയാണ് ദൈവം നടത്തിയതെന്ന് അറിഞ്ഞിട്ട് പുതുവർഷത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തം ഇതാണ്: നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലേക്കാണ് നിങ്ങൾ ഇറങ്ങുവാൻ പോകുന്നത്. 2017 എന്ന് പറയുന്നത് നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ലാത്ത വഴിയാണ്. യോശുവയുടെ പുസ്തകം 3 ഞാൻ വായിക്കാൻ പറഞ്ഞ വാക്യം ഒന്നുകൂടെ വായിക്കാം. 4 വാക്യം. ആമേൻ. അവന്റെ അവസാന വാക്യം: എന്നാൽ നിങ്ങൾക്ക് മതിലുമിടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം, അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ല. ഈ വഴിക്ക് മുമ്പേ നിങ്ങൾ പോയിട്ടില്ല. പിന്നെ യോശുവ ജനത്തോട് ഈ വഴിക്ക് പോകേണ്ടുന്ന വഴി നിങ്ങളെ അറിയിക്കും. ഈ വഴി നിങ്ങൾ മുമ്പേ പോയിട്ടില്ല. 2016 ഇവിടെ തീരുക. 2017 ഇറങ്ങുന്ന ദൈവപൈതലെ നമ്മോടുള്ള വാഗ്ദത്തം 2017 എന്തുമായിക്കൊള്ളട്ടെ, നമുക്കതിനെ കുറിച്ച് ഒരു അറിവുമില്ല, നമുക്കതിനെ കുറിച്ച് ഒരു കാര്യവും അറിയത്തില്ല. എങ്ങനെ നമ്മൾ പോകുമെന്ന് പരിഭ്രമിക്കേണ്ടവരല്ല നമ്മൾ. ദൈവം നമ്മോട് കൂടെ ഇരുന്ന് വഴി പറഞ്ഞു തന്ന് നമ്മെ നടത്തുവാൻ ശക്തനാണ്. ഇവിടെ പറയുന്നത് നിങ്ങൾ മുമ്പേ പോയിട്ടുള്ള വഴിയല്ലത്. ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്ന് അവനോട് കൂടെ നടക്കുവാൻ നമുക്ക് കഴിയുമോ? കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നമുക്ക് നടക്കുവാൻ കഴിയുമോ? നമ്മുടെ മുന്നിലെ ഇരുളുകളെ മാറ്റി വെളിച്ചമാക്കി തീർക്കുന്ന ജീവന്റെ വെളിച്ചത്തിലൂടെ നാം നടക്കുന്നുവെങ്കിൽ നിശ്ചയമായും അവൻ നമ്മോട് പറയുകയാണ്, ഹല്ലേലൂയ, നാം അറിയാത്ത ചിലത് മുന്നിലുണ്ട്. പ്രതികൂലങ്ങളായ ചിലത് മുന്നിലുണ്ട്, പരിഭ്രമങ്ങളായ ചിലത് മുന്നിലുണ്ട്, രോഗങ്ങളായ ചിലത് മുന്നിലുണ്ടായിരിക്കാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ സാന്നിധ്യം അറിയിച്ച് നമ്മെ വഴി നടത്തുവാൻ, നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങൾ അറിവുള്ളവരല്ല. ഹല്ലേലൂയ, നിങ്ങൾ പോകേണ്ടത് വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ല. മുമ്പേ പോയ വഴികൾ നമുക്ക് പരിചിതങ്ങളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പല വഴിക്ക് നടന്നു. അതൊന്നും നമുക്ക് സ്വസ്ഥതകളെ നൽകിയില്ല. അതൊക്കെ നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ വർഷം ദൈവത്തോടു കൂടെ നടന്നവർക്ക് സന്തോഷത്തോടു കൂടി പറയുവാൻ കഴിയും, ഈ വഴി എനിക്ക് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയുമായിരുന്നു. ദൈവ സാന്നിധ്യമില്ലാതെ നടന്നവർക്ക് പുറകോട്ട് തിരിഞ്ഞൊന്നുകൂടെ നോക്കാം. കഴിഞ്ഞ വർഷം നാം നടന്ന വഴികൾ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതകൾ നൽകിയതായി. 2017 പുതിയ വഴികളിലേക്ക് ചെല്ലുമ്പോൾ നാം അറിയാത്ത പല വഴികളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകും. നാം നടക്കേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കും. ജോലി നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ ചിലപ്പോൾ മുൻപിൽ വന്നേക്കാം. പ്രതികൂലങ്ങൾ നമ്മുടെ മുന്നിൽ വന്നേക്കാം. സന്തോഷം നമ്മുടെ മുന്നിൽ വന്നേക്കാം. അവിടെ ഒന്നും സാന്നിധ്യത്തിൽ നിന്ന് അകലരുത്. സാന്നിധ്യത്തിൽ നിൽക്കുവാൻ നമുക്ക് കഴിയുന്നു. അല്ലെങ്കിൽ നമുക്കറിയാം, ദൈവ സാന്നിധ്യം ഉള്ളിടത്തൊക്കെയും സന്തോഷ പരിപൂർണതയുണ്ട്. ഖനാവിലെ കല്യാണ വീട്ടിൽ കർത്താവായ യേശു ക്രിസ്തു കടന്നു ചെന്നു. ആ ഭവനത്തിന്റെ ഇല്ലായ്മകളെ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകാമായിരുന്ന, സമൂഹത്തിൽ ഹല്ലേലൂയ ഒരു അവരുടെ സ്റ്റാറ്റസിനെ നഷ്ടപ്പെടുത്തി കളയാവുന്ന അനുഭവത്തിൽ നിന്ന് അവർക്കൊരു അനുഗ്രഹമാക്കണം. ലാസറിന്റെ ഭവനത്തിൽ കടന്നു ചെന്നു. അവൻ അവിടെ മരണം മാറ്റിയിട്ട് ജീവൻ കൊടുക്കുവാൻ തക്കവണ്ണം ശക്തി സാന്നിധ്യം അവൻ കടന്നുപോയിടത്തൊക്കെയും, കർത്താവ് കടന്നുപോയ സാന്നിധ്യത്തിന്റെ മറവിലൊക്കെയും അവിടെ ഒരു സന്തോഷമുണ്ടായി. കർത്താവ് എവിടെയൊക്കെ കടന്നു ചെന്നിട്ടുണ്ടോ? ഏത് വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വന്നിട്ടുണ്ടോ? അവനൊരു സന്തോഷമുണ്ട്. അവന്റെ വഴികൾ ഹല്ലേലൂയ മറവുള്ളതല്ല, അത് കർത്താവിന് തെളിഞ്ഞു നിൽക്കുന്ന ഒരു വഴിയാ. ആ വഴിയിലൂടെ സന്തോഷകരമായി ദൈവം നമ്മെ കൊണ്ടുപോകാനായിട്ട് ഇടയാണ്. ഈ വഴിക്ക് പോകുമ്പോൾ ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ, 5-ാം വാക്യം. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം. വഴി കർത്താവിന് നല്ലവണ്ണം അറിയാം.
അവന്റെ മുൻപിൽ എല്ലാം എല്ലാം അവന്റെ മുന്നിൽ നഗ്നവും മലർന്നവുമായി നിൽക്കുന്നു. അവന് മുന്നിലായിട്ട് ഒന്നും മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. അവരെല്ലാം വെളിവായി കിട്ടിയിരിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അറിയുന്ന ഒരു ദൈവം. അതുകൊണ്ട് നാളെ 2017 എന്ത് സംഭവിക്കുമെന്ന് കർത്താവിന് നമ്മെ കുറിച്ച് അറിയാം. എങ്കിലും നമ്മുടെ മധ്യത്തിൽ ഒരു അതിശയം നടക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ 2017 അനുഗ്രഹമായി തീരണമെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്? യോശുവ പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. യഹോവ നാളെ നമ്മുടെ മധ്യത്തിൽ ഒരു അതിശയം പ്രവർത്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം. മോശ ഇവിടെ മരണത്തിന് ശേഷം യോശുവയ്ക്ക് ഹല്ലേലൂയ ഈ വലിയൊരു ഉത്തരവാദിത്വം ലഭിക്കുമ്പോൾ യോശുവ ജനത്തോട് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. കാരണം അവൻ അറിയാം ജനം പാപത്തിൽ വീണിട്ടുണ്ട്. എവിടെയൊക്കെയോ അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവവുമായുള്ള ബന്ധത്തിൽ സാന്നിധ്യത്തിൽ നിന്ന് അകലുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്വന്തം ജനം പാപം ചെയ്യുമ്പോൾ എപ്പോഴും ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ ഹല്ലേലൂയ അതിനെ ഉണർത്തിച്ച് അവരെ ദൈവ വഴിയിലേക്ക് വീണ്ടും മടക്കി കൊണ്ടുവരുവാനായിട്ട് പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. യിരെമ്യാ പ്രവചനം. ആമേൻ, സ്തോത്രം. 17:1 വായിക്കാം. സ്തോത്രം. യിരെമ്യാ പ്രവചനം 17:1. ആമേൻ. യിരെമ്യാ പ്രവചനം 17:1 പറയുന്നു, യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും എഴുതി വെച്ചിരിക്കുന്നു. സ്തോത്രം. ഇവിടെ സ്വന്തം ജനത്തെ ദൈവം ഒന്ന് വിവേചിക്കുകയാണ്. ഇവർ യഹൂദ എന്നും ഇസ്രായേൽ എന്നും 2 രാജ്യങ്ങളായി ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ദൈവം പറഞ്ഞു നിങ്ങൾക്ക് രാജാക്കന്മാരെ വേണ്ട, എന്നാൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് രാജാക്കന്മാരെ വേണം. ദൈവം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് രാജാവായി ഉണ്ട്, അതൊന്നും പോരാ, മാനുഷികമായ ചില ഭരണങ്ങൾ നമ്മുടെ മുന്നിൽ വേണം. രാജാക്കളെ കൊടുത്തു. ശൗലായി, ദാവീദായി, ശലോമോനായി, ഹല്ലേലൂയ. ഇങ്ങനെ വന്ന ക്രമം 4 രാജാക്കന്മാരെ കൊണ്ട് തീർന്നു. പിന്നെ രാജ്യം 2ആയി വിഭജിക്കുവാനിട, ജനം പാപത്തിലേക്ക് പോകുവാനിട വന്നു. അവരെ മാനുഷികമായ നിയന്ത്രണങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ, മാനുഷികമായ കൈക്കീഴിൽ അവരുടെ ഭരണം വന്നപ്പോൾ, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അവരെ അകലുവാനായിട്ട് ഇടവന്നു. അപ്പോൾ യോശുവ ദൈവജനത്തോട് ശുദ്ധീകരണം ആവശ്യപ്പെടുന്നത് പോലെ തന്നെ ഇവിടെ യഹൂദയോട് പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പാപം എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ട് വജ്രത്തിന്റെ മുന കൊണ്ടും എഴുതി വെച്ചിരിക്കുന്നു. അത് അവരുടെ ഹൃദയത്തിന്റെ പലകയിലും നിങ്ങളുടെ ബലിപീഠത്തിന്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു. അപ്പൊ അവർ യാഗം കഴിക്കുവാൻ ചെല്ലുന്ന ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ മാഞ്ഞു പോകുന്നത് പോലെ അല്ല എഴുതി വെച്ചിരിക്കുന്നത്, അത് കൊത്തി വെച്ചിരിക്കുക. നമ്മ ആത്മീയ യാഗം കഴിക്കുവാനായിട്ട് വരുന്ന ഒരു വിശ്വാസി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പാപ സ്വഭാവങ്ങൾ അത് ഒഴിവാക്കിയിട്ടല്ല ആരാധനയ്ക്കായി നാം കടന്നു വരുന്നതെങ്കിൽ എപ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാൻ കഴിയത്തില്ല. നാം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം നാം നേരത്തെ വായിച്ചു. അതിന് മുമ്പിൽ ആദ്യത്തെ ഭാഗം വായിക്കുമ്പോൾ അവിടെ വേശ്യയായ ഒരു സ്ത്രീയെ കുറ്റം വിധിക്കുവാനായിട്ട് ആൾക്കാർ അവന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു, കർത്താവിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അവനോട് പറഞ്ഞു, ഈ സ്ത്രീ പാപം ചെയ്തിരിക്കുന്നു, ഇവിടെ കല്ലെറിയണം. ജനം മുഴുവൻ അവിടെ നിൽപ്പുണ്ട്. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. കർത്താവ് അവിടെ എഴുതിക്കൊണ്ടിരുന്നു. ഓരോരുത്തർ വന്ന് നോക്കും. അവന്റെ പാപങ്ങൾ തെളിഞ്ഞ് മണലിന്മേൽ എഴുതുന്നത് കാണുമ്പോൾ പിന്മാറി ഓടിപ്പോകുന്ന അവസാനം ഒരു മനുഷ്യനും അവിടെ ഇല്ലാത്തത്. അപ്പൊ കർത്താവിന്റെ മുന്നിൽ മറയ്ക്കുവാൻ കഴിയുന്ന ഒന്നുമില്ല. യഹൂദയോട് പറയുന്നു, നിന്റെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ട് ഹല്ലേലൂയ യാഗപീഠത്തിന്റെ കൊമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവരോട് പറയുന്നത് യാഗപീഠത്തിന്റെ കൊമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു? ഇവർക്ക് രക്ഷയ്ക്കായിട്ട് ഉള്ള ഒരു ഏക മാർഗം, ആരെങ്കിലും ഹല്ലേലൂയ അറിയാതെ പാപം ചെയ്തു പോയി രക്ഷ പ്രാപിക്കണമെങ്കിൽ ഓടി
ഹല്ലേലൂയ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പിടിച്ചാൽ അവനെ കൊല്ലുവാനോ അല്ലെങ്കിൽ അവനെ പിന്നീട് ശിക്ഷയ്ക്ക് യോഗ്യമാക്കുവാനോ ഹല്ലേലൂയ നിയമപ്രകാരം ഇതില്ല. ആരെങ്കിലും അറിയാതെ ഒരുവനെ കൊന്നുപോയി, രക്തപ്രതികാരകൻ അവനെതിരായി കടന്നു വരികയാണെങ്കിൽ സങ്കേത നഗരത്തിലേക്ക് ഓടിച്ചെല്ലുന്നത് പോലെ പഴയ നിയമ കാലഘട്ടങ്ങളിൽ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 1-ാം അധ്യായം 41 മുതൽ 43 വരെയുള്ള വാക്യം വായിക്കാം. യാഗപീഠത്തിന്റെ കൊമ്പിൽ പിടിച്ചാൽ രക്ഷ അവന് പ്രാപിച്ച് അവന് മാറിപ്പോകാനായിട്ട് കഴിയും. ആമേൻ. കൂടെ ഉണ്ടായിരുന്ന സകല വിരുന്നുകാരും ഭക്ഷണം കഴിഞ്ഞിരിക്കുമ്പോൾ അത് കേട്ടു. രാമനാഥൻ കേട്ടപ്പോൾ യോവാബ് പട്ടണം കുലുങ്ങിയിരിക്കുന്ന ഈ ആരവം എന്തെന്ന് ചോദിച്ചു. അവർ പറയുമ്പോൾ തന്നെ ഇതാ പുരോഹിതനായ അബിയരാമിന്റെ മകൻ യോനാഥാൻ വരുന്നു. അദോനിയാവ് അവനോട് അകത്തു വരിക, നീ യോഗ്യ പുരുഷൻ, നീ നല്ല വാർത്ത കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. യോനാഥാൻ അദോനിയാവിനോട് ഉത്തരം പറഞ്ഞത്, നമ്മുടെ യജമാനായ ദാവീദ് രാജാവ് ശലോമോനെ രാജാവാക്കി. രാജാവ് സാദോക് പുരോഹിതനെയും നാഥാൻ പ്രവാചകനെയും യഹോദയുടെ മകനായ ബെനയാവെയും അങ്ങനെ ക്ലേത്യരെയും പ്രേത്യരെയും എല്ലാവരെയും കൂട്ടി കോവർ കഴുതപ്പുറത്ത് കയറി രാജാവ് യാത്ര ചെയ്യുന്നു. അതിന്റെ ഉല്ലാസഘോഷമാണ് കേൾക്കുന്നത്. ഇത് കേട്ടപ്പോൾ അദോനിയാവിന് ഒരു ഭാരമുണ്ടായി, അല്ലെങ്കിൽ അവന്റെ കൂടെ ഹല്ലേലൂയ ഉണ്ടായിരുന്നവർ അവനെ വിട്ടോടി പോകാനായിട്ട് ഇടുന്നു. ഇതിന്റെ ആദ്യ ഭാഗം ദാവീദ് മരിക്കുവാനായിട്ട് കിടക്കുന്നു. ദാവീദിന്റെ മകനായിരിക്കുന്ന അദോനിയാവ് ഹല്ലേലൂയ സ്വന്തമായിട്ട് തീരുമാനമെടുക്കുന്നു, ഇനി ഞാനായിരിക്കും ഈ ദേശത്തിന്റെ രാജാവ്. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം ശലോമോനാണ് രാജാവാകുന്നത്. അവൻ രാജാവായി പ്രഖ്യാപിച്ചിട്ട് സ്വന്തമായി പ്രഖ്യാപിച്ച് ഒരു വിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുരോഹിതന്മാർ ചെന്നിട്ട് ദാവീദിനോട് പറയുന്നു, ഇങ്ങനെ കാര്യങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ശലോമോനാണ്, അതുകൊണ്ട് ശലോമോനെ രാജാവായി വാഴിക്കണം. രാജാവായി ശലോമോനെ വാഴിച്ച് രാജാവിന്റെ ഘോഷയാത്രയുടെ വലിയ ശബ്ദം കേൾക്കുമ്പോൾ അദോനിയാവിന് മനസ്സിലാകുവാനായിട്ട് ഇടവന്നു, ഹല്ലേലൂയ തന്റെ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ തന്റെ തീരുമാനങ്ങൾ നടപ്പായിട്ടില്ല. ഇത് ശലോമോൻ രാജാവായിരിക്കുന്നു, ഇനി ഞാൻ അവന്റെ മുന്നിൽ തെറ്റുകാരനാണ്, ഇനി മുന്നിൽ നിൽക്കുവാനായിട്ട് ഞാൻ യോഗ്യതയുള്ളവനല്ല. അപ്പോൾ അവൻ ചെയ്ത കാര്യം എന്താണ്? 1 രാജാക്കന്മാർ 1:49-52 49 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ഉടനെ അദോനിയാവ് വിരുന്നുകാരൊക്കെയും ഭയപ്പെട്ട് എഴുന്നേറ്റ് പോയി, ഓരോരുത്തൻ താൻ്റെ വഴിക്ക് പോയി. അദോനിയാവ് ശലോമോനെ പേടിച്ച് ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചു. ഹല്ലേലൂയ. ശലോമോൻ രാജാവ് അടിയനെ വാൾ കൊണ്ട് കൊല്ലുകയില്ല എന്ന് ഇനി എന്നോട് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അവൻ യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചിരിക്കുന്നുവെന്ന് ശലോമോൻ വർത്തമാനം കേട്ടു. അവൻ യോഗ്യനായിരുന്നാൽ അവന്റെ തലയിലെ ഒരു രോമവും നിലത്ത് വീഴുകയില്ല. ഹല്ലേലൂയ. അവനിൽ കുറ്റം കണ്ടാലോ അവൻ മരിക്കണം എന്ന് ശലോമോൻ കൽപ്പിച്ചു. അപ്പൊ രക്ഷ പ്രാപിക്കുവാനായിട്ട് ഓടിപ്പോയി യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പിടിക്കുന്നു. 2-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോവാബും അങ്ങനെ തന്നെ ഓടിപ്പോയി യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പിടിക്കുന്നു. ഇതുകൊണ്ടാണ് യഹൂദയോട് പറയുന്നത്, നീ രക്ഷയ്ക്കായി ഓടി യാഗപീഠത്തിന്റെ കൊമ്പുകൾക്കടുത്തേക്ക് ചെല്ലുമ്പോൾ നിന്റെ പാപങ്ങൾ അതിൽ ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതി വെച്ചിരിക്കുക. ഇത് കണ്ട് നിനക്ക് സ്വസ്ഥതയോടെ അതിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. കാരണം പാപം ചെയ്തിട്ടാണ് ദൈവം ശിക്ഷ നിനക്ക് വിധിക്കുവാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും കാൽവരി ക്രൂശിലെ യാഗമരത്തിൽ യാഗമായി തീർന്നിരിക്കുന്ന ക്രിസ്തുവിലൂടെ ഒരു യാഗക്കൊമ്പ് അവിടെ ഉയർന്നിരിക്കുക. ഓടിച്ചെന്ന് പിടിക്കുവാൻ തക്കവണ്ണം ധൈര്യമുള്ളവരായിരിക്കുവാൻ, നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം ധൈര്യമുള്ളവരായിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരായിരിക്കും. ഈ യാഗക്കൊമ്പിലേക്ക് പിടിക്കുവാൻ ചെല്ലുമ്പോൾ നമ്മുടെ പാപങ്ങൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നുവെങ്കിൽ ധൈര്യത്തോടെ അതിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുമോ? അതുകൊണ്ടാണ് യോശുവ പറയുന്നത്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, എങ്കിൽ ഇവിടെ വലിയൊരു അതിശയം സംഭവിക്കുവാൻ. ഈ 2017 അതിശയം നിശ്ചയമായും നമ്മുടെ മുന്നിൽ നിൽക്കുക. ഒരു അത്ഭുതം നമ്മുടെ മുന്നിൽ നിൽക്കുക. എന്താണ് ചെയ്യേണ്ടത്? അറിയാത്ത വഴികളിലൂടെ നടക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോകുവാൻ ഇടവരരുത്. ദൈവ സാന്നിധ്യത്തിൽ തന്നെ നടക്കുവാൻ ഇടവരണം. രണ്ടാമത്, നമ്മെ തന്നെ ശുദ്ധീകരിച്ച് എപ്പോഴും ദൈവത്തോടൊരു പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. ആ കൊമ്പിലേക്ക്, ക്രിസ്തുവാകുന്ന യാഗപുരുഷനിലേക്ക് അടുത്ത് ചെന്ന് അവനെ പിടിക്കുവാൻ തക്കവണ്ണം പ്രാഗൽഭ്യത്തോടെയുള്ളവരായിരിക്കുന്നു. അപ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ
നിശ്ചയമായും ഒരത്ഭുതം 2017 സംഭവിക്കാം. നാം അറിയാത്ത വഴികളിലൂടെ ആയിരിക്കാം നാം നടന്നിരിക്കുന്നത്. നാം ഏത് വഴികളിലൂടെ ആയിരുന്നാലും ഹല്ലേലൂയ, നമുക്കൊന്നും മുൻപേ ഇല്ല 2017 കുറിച്ച്. നാളെ എന്നത് നമുക്കുള്ളതല്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് അറിയാം. എന്നാൽ ഏത് വഴികളിലായിരുന്നാലും വിശ്വസ്തയോടെ നിൽക്കണമെങ്കിൽ, അത്ഭുതം നടക്കണമെങ്കിൽ, അതിശയം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ, രോഗസൗഖ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ, ഒന്ന് നാം ദൈവ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കണം. മോശ തന്റെ സാന്നിധ്യം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. യോശുവ പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. 2016 ഏതെങ്കിലും ജീവിതത്തിൽ വിഷയങ്ങളിൽ ശുദ്ധീകരണമില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിൽ കാൽവറി ക്രൂശിലെ രക്തത്തിൽ നമ്മെ തന്നെ കഴുകി ശുദ്ധീകരിക്കപ്പെടുവരായി, ദൈവത്തിന്റെ ശുദ്ധീകരണം പ്രാപിച്ചവരായി ദൈവസനയിലേക്ക് അടുത്ത് എന്ന് ഹല്ലേലൂയ, അറിയാത്ത വഴികളിൽ അതിശയകരമായി നടത്തുന്ന ദൈവസാന്നിധ്യത്തിന്റെ മറവിൽ നമുക്ക് നിൽക്കാം. അതുകൊണ്ട് ഹല്ലേലൂയ, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് മുറുകെ പറ്റുന്ന സകല പാപവും വിട്ട് ഹല്ലേലൂയ ക്രിസ്തുവിലേക്ക് നോക്കുക, നമ്മെ തന്നെ ശക്തീകരിക്കുക. 2017 നമ്മുടെ ജീവിതത്തിൽ അതിശയത്തിൻ്റെതായി തീരട്ടെ. ഹല്ലേലൂയ. നമുക്ക് പാടി ഹല്ലേലൂയ, നമുക്കത് ആരാധിച്ച് ദിവസത്തിലെ സന്തോഷത്തോടെ പിരിയാമല്ലോ. ആമേൻ. സ്തോത്രം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടക്കുന്നതേശുവത്രേ.
കരങ്ങളിലാ നടക്കുന്നതേശുവത്രേ ഞാനവൻ കരങ്ങളിലാ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും?